ഹായ് എവരിബഡി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സാമ്പിൾ എങ്ങനെ സെലക്ട് ചെയ്യാം, അതായത് വാട്ട് ആർ ദ മെത്തേഡ്സ് ഓർ ടെക്നിക്സ് ഓഫ് സാമ്പിളിംഗ്, അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ടൈപ്സ് ഓഫ് സാമ്പിൾ ഡിസൈൻ ഓർ മെത്തേഡ് ഓർ ടെക്നിക്സ് ഓഫ് സാമ്പിളിംഗ്. പ്രധാനമായും രണ്ട് ടൈപ്സ് ആണുള്ളത്, അല്ലെങ്കിൽ രണ്ട് രീതികളാണുള്ളത്. ഒന്ന് പ്രോബബിലിറ്റി സാമ്പിളിങ്ങും മറ്റൊന്ന് നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങും. പ്രോബബിലിറ്റി സാമ്പിളിങ്ങും പിന്നെ അതുപോലെ തന്നെ നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങും. എന്താണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ്? പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് വെച്ചാൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതിന്റെ വാക്കിന്റെ അർത്ഥം തന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മതി. പ്രോബബിലിറ്റി, ദ ചാൻസ് അല്ലെങ്കിൽ പോസിബിലിറ്റി, അതായത് പോപ്പുലേഷനിലുള്ള എല്ലാവർക്കും ചാൻസ് ഉണ്ട് സാമ്പിളായി മാറാനായിട്ടുള്ളത്. അതാണ് പ്രോബബിലിറ്റി സാമ്പിളിംഗിന്റെ പ്രത്യേകത. Random sampling is the purest form of probability sampling. Probability sampling is also known as chance sampling. ആ പോപ്പുലേഷനിലുള്ള എല്ലാവർക്കും ചാൻസ് ഉണ്ട് സെലക്റ്റഡ് ആവാനായിട്ട്, സാമ്പിളായിട്ട് സെലക്റ്റഡ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കോളേജിൽ മൊത്തം 3000 കുട്ടികൾ പഠിക്കുന്നുണ്ട്. കോളേജിലെ ഒരു കുട്ടികളുടെ ഇടയിൽ ഒരു പഠനം നടത്താണ്. മൊബൈൽ എത്രമാത്രം പേർക്ക് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു പഠനം നടത്താണ്. അപ്പൊ കുട്ടികളിലാണ് പഠനം നടത്തുന്നത്. സ്വാഭാവികമായിട്ടും സാമ്പിൾ അല്ല, പോപ്പുലേഷൻ എന്ന് പറയുന്നത് മൊത്തം ആ കോളേജിലെ വിദ്യാർത്ഥികളാണ്. 3000 സ്റ്റുഡൻസും പോപ്പുലേഷനാണ്. നമ്മളൊരു പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ ആ സാമ്പിളിങ്ങിന്റെ പ്രത്യേകത, ആ കോളേജിലുള്ള എല്ലാ വിദ്യാർത്ഥികളും സാമ്പിളിന്റെ ഭാഗമാവാൻ സാധ്യതയുള്ളവരാണ്. നമ്മളൊരു പക്ഷെ 10 പേരെ എടുക്കുള്ളൂ, അല്ലെങ്കിൽ 100 പേരെ നമ്മൾ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഒരു പക്ഷേ ആ 3000 കുട്ടികളുടെ പേരും എഴുതിയിട്ടിട്ട് 100 ലോട്ട് എടുക്കും. പക്ഷെ ഈ 3000 കുട്ടികൾക്കും ഈ ലോട്ടിന്റെ ഭാഗമാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതാണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് പ്രോബബിലിറ്റി സാമ്പിളിംഗിന്റെ ഫീച്ചേഴ്സ്? എവറി പോപ്പുലേഷൻ ഹാസ് ദ ചാൻസ് ഓഫ് ബീങ് സെലക്ടഡ്. ഞാൻ പറഞ്ഞു 3000 കുട്ടികളുടെ പേര് നമ്മൾ ഒരു ബാസ്ക്കറ്റിൽ എഴുതിയിട്ടിട്ടുണ്ട്. അതിൽ നിന്ന് ആദ്യത്തെ ഒരാൾ എടുത്തു, രണ്ടാമത്തെ ഒരാൾ എടുത്തു, 100 പേരെ മൊത്തം നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട്. ഈ 3000 കുട്ടികളിൽ ആർക്ക് വേണമെങ്കിലും ലോട്ടറി വീഴാം. നമ്മൾ ലോട്ടറി എടുക്കുന്ന രീതി എങ്ങനെയല്ലേ? ലോട്ടറി എടുത്ത എല്ലാവർക്കും ചാൻസ് ഉണ്ട് ഭാഗ്യവാനാവാനായിട്ട്. ലോട്ടറി എടുത്ത എല്ലാവർക്കും ഭാഗ്യവാനാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ 1-2 പേർക്ക് മാത്രമേ അടിക്കുള്ളൂ എന്നുള്ളത് വേറെ വശം. പക്ഷെ ചാൻസ് ഈസ് ഫോർ എവരിബഡി. അതാണ് പ്രോബബിലിറ്റി സാമ്പിളിംഗിന്റെ പ്രത്യേകത. സച്ച് ചാൻസ് ഈസ് നോൺ ആസ് പ്രോബബിലിറ്റി. Probability sampling helps to select representative samples through randomization, അല്ലെങ്കിൽ danger of unknown sample bias or errors can be minimized. ബയാസോ ഇല്ല, അല്ലെങ്കിൽ നമുക്കൊരു സിസ്റ്റമാറ്റിക് എന്ന് പറയാൻ പറ്റില്ല. ഇത് പൂർണ്ണമായും സാമ്പിൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന രീതിയിലായിട്ട് നമുക്കപ്പോൾ എടുക്കാൻ പറ്റും. ഒരു ബയാസും അതിൽ വരില്ല. ആർക്ക് വേണമെങ്കിലും ചാൻസ് ഉണ്ടല്ലോ സെലക്റ്റഡ് ആവാനായിട്ട്. It is generally used when the greater degree of accuracy is required for the study. നമുക്ക് accuracy വേണ്ട സമയത്താണ് നമ്മൾ, അല്ലെങ്കിൽ accuracy ഏറ്റവും കൂടുതൽ വേണ്ട ഒരു സാഹചര്യത്തിൽ നമുക്ക് പ്രോബബിലിറ്റി സാമ്പിളിങ്ങിന് പോവാം, പ്രോബബിലിറ്റി സാമ്പിളിങ് ചൂസ് ചെയ്യാം. ക്ലാസിഫിക്കേഷൻ ഓഫ് റാൻഡം സാമ്പിൾസ്. ഇനി റാൻഡം സാമ്പിൾസിൽ തന്നെ 2 രീതികളുണ്ട്. ഏതൊക്കെയാണ് 2 രീതികൾ റാൻഡം സാമ്പിളിൽ തന്നെയുള്ളത്? ഒന്ന് സിമ്പിൾ ഓർ അൺറെസ്ട്രിക്റ്റഡ് സാമ്പിളിംഗ്, അല്ലെങ്കിൽ റെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിളിംഗ്. റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള റാൻഡം സാമ്പിളിങ്ങും റെസ്ട്രിക്റ്റഡ് അല്ലാത്ത റാൻഡം സാമ്പിളിങ്ങും. അപ്പൊ എന്താണ് സിമ്പിൾ ഓർ അൺറെസ്ട്രിക്റ്റഡ് സാമ്പിളിംഗ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത്? ഇറ്റ് റെഫേഴ്സ് ടു മെത്തേഡ് ഇൻ വിച്ച് ഈച്ച് ആൻഡ് എവറി ഐറ്റം ഓഫ് പോപ്പുലേഷൻ ഓർ യൂണിവേഴ്സ് ഹാസ് എൻ ഈക്വൽ ആൻഡ് ഇൻഡിപെൻഡന്റ് ചാൻസ് ഓഫ് ബീയിങ് ഇൻക്ലൂഡഡ് ഇൻ ദ സാമ്പിൾ. ഇപ്പൊ ലോട്ടറി എടുക്കുന്ന കേസ് ഞാൻ പറഞ്ഞു, ലോട്ടറി എടുത്ത എല്ലാവർക്കും ചാൻസ് ഉണ്ട് ഭാഗ്യവാനാവാനായിട്ട്. ഒരുപക്ഷെ ഒരാൾക്ക് മാത്രമേ ലോട്ടറി ടിക്കറ്റ് അടിക്കുള്ളൂ എന്നുള്ളത് വേറെ വശം. The underlying feature of random sampling is that personal factors is eliminated in the selection of the sample. അതായത് പേഴ്സണൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ കൺവീനിയൻസ് ഉണ്ടോ ആളിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യാൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ നോക്കുന്നില്ല. നമ്മൾ മൊത്തം സാമ്പിളിൽ നിന്ന് 10 പേരെ സെലക്ട് ചെയ്യുന്നു. ആ 10 പേര് ആര് വേണമെങ്കിലും ആവാം. മൊത്തമുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ചാൻസ് അവിടെ ഉണ്ട്. അപ്പൊ അതാണ് സിമ്പിൾ ഓർ അൺറെസ്ട്രിക്റ്റഡ്. ഒരു രീതിയിൽ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യുന്നില്ല, ആർക്ക് വേണമെങ്കിലും ചാൻസ് ഉണ്ട്. അതിനെയാണ് റാൻഡം ഓർ സിമ്പിൾ ഓർ അൺറെസ്ട്രിക്റ്റഡ് എന്ന് പറയുന്നത്. എന്താണ് ഇതിന്റെ ഫീച്ചേഴ്സ്? ഈച്ച് പേഴ്സൺ ഹാസ് സെയിം ചാൻസ് ആസ് എനി അതർ ഓഫ് ബീങ് സെലക്ടഡ്. എല്ലാവർക്കും ചാൻസ് ഉണ്ട്.
Then standard against which other method are സംടൈംസ് ഇവാലുവേറ്റഡ്. ഇത് താരതമ്യേന ഇത് കുറച്ചും കൂടി നല്ലൊരു ഒരു സാമ്പിളിംഗ് മെത്തേഡാണ്. സൂട്ടബിൾ വെയർ പോപ്പുലേഷൻ ഇസ് റിലേറ്റീവ്ലി സ്മോൾ. ഇതാണ് വേറൊരു കാര്യം. കാരണം ലോട്ടറി എഴുതുമ്പോൾ കുറേ കുട്ടികളുണ്ടെങ്കിൽ ബുദ്ധിമുട്ടല്ലേ. ഒരു 50,000 കുട്ടികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ 2 ലക്ഷം കുട്ടികളുണ്ട്, അപ്പോൾ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ റിലേറ്റീവ്ലി സ്മോൾ ആണെങ്കിലാണ് നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കുള്ളൂ. ദ സിമ്പിൾ ഓർ അൺറെസ്ട്രിക്റ്റഡ് സാമ്പിൾസ് ആർ യൂഷ്വലി ഒബ്റ്റൈൻഡ് ബൈ യൂസിങ് 2 മെത്തേഡ്സ്, നെയിംലി ലോട്ടറി മെത്തേഡ് ആൻഡ് റാൻഡം നമ്പേഴ്സ് മെത്തേഡ്. 2 ടൈപ്പ് സിമ്പിൾ മെത്തേഡുകളുണ്ട്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സിമ്പിൾ ഓർ അൺറെസ്ട്രിക്റ്റഡ് സാമ്പിൾസിൽ തന്നെ 2 മെത്തേഡുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. 2 മെത്തേഡുകളുണ്ട് ഈ സിമ്പിൾ ഓർ അൺറെസ്ട്രിക്റ്റഡ് സാമ്പിൾസിൽ. ഏതൊക്കെയാണ്? ഒന്ന് ലോട്ടറി മെത്തേഡ്. നിങ്ങൾക്ക് ഇതിനോടകം തന്നെ മനസ്സിലായിട്ടുണ്ടോ എന്താണ് ലോട്ടറി മെത്തേഡ്? നമ്മൾ മൊത്തത്തിൽ പോപ്പുലേഷന്റെ എണ്ണം അനുസരിച്ച് നമ്മൾ ലോട്ട് എഴുതിയിടുന്നു. അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ആളുകൾ നമ്മൾ സെലക്ട് ചെയ്യുന്നു. സാമ്പിൾ സൈസ് എത്രയാണ്? ഇപ്പൊ 100 ആണ് നമുക്ക് സാമ്പിൾ സൈസ്, മൊത്തം 3000 ആണ് നമ്മുടെ പോപ്പുലേഷൻ. അപ്പൊ 100 പേരെ നമ്മൾ ലോട്ട് ചെയ്തിട്ടിട്ട് സെലക്ട് ചെയ്യുന്നു. അതാണ് ലോട്ടറി മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് റാൻഡം നമ്പർ മെത്തേഡ്. എന്താണ് റാൻഡം നമ്പർ എന്ന മെത്തേഡ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത്? അതൊരു റാൻഡം നമ്പർ നമ്മൾ സെലക്ട് ചെയ്യുന്നു, അത്രയ്ക്കേ ഉള്ളൂ. അണ്ടർ ദിസ് മെത്തേഡ് we use random number table to select sample from the universe. യൂണിവേഴ്സ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് മൊത്തമുള്ള പോപ്പുലേഷനെയാണ് യൂണിവേഴ്സ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പോപ്പുലേഷൻ. 3 such table numbers are noteworthy. They are Tipis table of random sampling, Kendall and Fisher and Yates. അങ്ങനെ 3 രീതിയിലുള്ള ടേബിൾ അല്ലെങ്കിൽ 3 രീതിയിലുള്ള റാൻഡം നമ്പേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഫ്രം 3 ടിപ്പിക്സ് നമ്പർ ഈസ് മോർ പോപ്പുലർ. അപ്പൊ ടിപ്പിക്സ് നമ്പർ ആണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് വെരി സിമ്പിൾ ടു സെലക്ട് ദ റിക്വയർഡ് റാൻഡം സാമ്പിൾ വിത്ത് ഹെൽപ്പ് ഓഫ് ദീസ് നമ്പർ ടേബിൾസ്. നമ്പർ ടേബിൾ ഉപയോഗിച്ച് നമ്മൾ സെലക്ട് ചെയ്യുന്നു. പ്രൊസീജിയർ ഫോർ സെലക്ഷൻ ഓഫ് സാമ്പിൾ. എന്താണ് പ്രൊസീജിയർ? ഒബ്റ്റെയിൻ എ കംപ്ലീറ്റ് സാമ്പിൾ ഫ്രെയിം അല്ലെങ്കിൽ സോഴ്സ് ലിസ്റ്റ്. ഉദ്ദേശിക്കുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. 3000 കുട്ടികളുടെ ഡാറ്റ ഉണ്ടെങ്കിൽ 3000 കുട്ടികൾക്കും ഓരോ നമ്പർ കൊടുക്കുന്നു. അതിൽ നിന്ന് നമ്മൾ ഏതെങ്കിലും നമ്പറിനെ സെലക്ട് ചെയ്യുന്നു, അത്രയ്ക്ക് ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മൾ ലോട്ട് ചെയ്തിടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഗിവ് ഈച്ച് കേസ് എ യൂണിക് നമ്പർ. ഞാൻ പറഞ്ഞല്ലോ 3000 കുട്ടികൾക്കും ഓരോരോ നമ്പറുകൾ കൊടുക്കുന്നു. ഡിസൈഡ് ദ റിക്വയർഡ് സാമ്പിൾ. യെസ്, നമുക്ക് 100 പേരെയാണ് സെലക്ട് ചെയ്യേണ്ടത്. സെലക്ട് മെനി നമ്പേഴ്സ്. സെലക്ട് മെനി നമ്പേഴ്സ് ഫ്രം ദ ടേബിൾ ഓഫ് റാൻഡം നമ്പേഴ്സ് ബൈ യൂസിങ് ദ കമ്പ്യൂട്ടർ. പൊതുവെ ഇപ്പോൾ കമ്പ്യൂട്ടർ ടെക്നോളജി ഉപയോഗിച്ച് കമ്പ്യൂട്ടറിൽ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട് റാൻഡം ആയിട്ട് നമ്പർ സെലക്ട് ചെയ്യാനായിട്ട്. നമ്മൾ റാൻഡം ആയിട്ട് നമ്പർ സെലക്ട് ചെയ്യുന്നു. വി വിൽ ഐഡന്റിഫൈ യെസ് ഏതൊക്കെയാണ് നമ്മുടെ നമ്പറുകൾ. അത്രയ്ക്കേ ഉള്ളൂ. ഇറ്റ് ഇസ് വെരി ഈസി. ദെൻ എന്താണ് ഇതിന്റെ മെറിറ്റ്സ്? ദ ഐറ്റം ആർ സെലക്ടഡ് അറ്റ് ദ റാൻഡം ഇൻ സിമ്പിൾ റാൻഡം മെത്തേഡ്. ഇറ്റ് പ്രസൻസ് എ പോപ്പുലേഷൻ ഇൻ ദ ബെറ്റർ വേ. അല്ലെ, നമുക്ക് ബയാസ്ഡ് ഒന്നും അല്ല. നമ്മൾ എന്താണോ നമ്മൾക്ക് ലോട്ട് എടുത്ത് കിട്ടുന്നത് അല്ലെങ്കിൽ എന്താണോ നമുക്ക് കമ്പ്യൂട്ടർ പറയുന്നത് അതാണ് നമ്മൾ സാമ്പിൾ ആയിട്ട് എടുക്കുന്നത്. അല്ലാതെ നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ചോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടം തോന്നുന്ന വ്യക്തി അനുസരിച്ചിട്ടൊന്നും ഇതിൽ ബാധകമല്ല. ദെൻ പ്രോബബിലിറ്റി തിയറി ക്യാൻ ബി യൂസ്ഡ് ടു മെഷർ. യെസ്, പ്രോബബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ പ്രോബബിലിറ്റി തിയറി ഏറ്റവും കൂടുതൽ ഇംപ്ലിമെന്റ് ചെയ്യാനും പറ്റും. കാരണം പങ്കെടുക്കുന്ന എല്ലാവർക്കും ഈക്വൽ ചാൻസ് ഉണ്ട്. ഇനി എന്താണ് ഇതിന്റെ ഡിമെറിറ്റ്സ്? ഇറ്റ് ഈസ് എക്സ്പെൻസീവ്. പൊതുവെ എക്സ്പെൻസീവ് ആണ്. കാരണം ഇതിന് 1000 പേരുണ്ടെങ്കിൽ 1000 പേരിൽ നിന്ന് 10 പേരെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ആ 10 പേര് ആര് വേണമെങ്കിലും ആവാം. ഒരുപക്ഷെ നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ളത് നമ്മുടെ ഓഫീസിന്റെ തൊട്ടടുത്തുള്ളത് തന്നെ ആവണമെന്നില്ല. അപ്പൊ നമ്മൾ അവരെ തേടി പിടിച്ച് കണ്ടുപിടിക്കാനൊക്കെ നമുക്ക് എക്സ്പെൻസീവ് ആണ്. പോയി കാര്യങ്ങൾ അറിയാനും എക്സ്പെൻസീവ് ആണ്. ദ പ്രോസസ് ഈസ് ടൈം കൺസ്യൂമിങ്. ടൈം കൺസ്യൂമിങ് ആണ്. ഒരുപക്ഷെ അവരെ കണ്ടുപിടിക്കാൻ തന്നെ സമയം എടുക്കും. അതേസമയം കൺവീനിയന്റ് ആയിട്ട് 100 പേരുണ്ട് അല്ലെങ്കിൽ 10 പേര് നമ്മൾ സെലക്ട് ചെയ്യണം. 10 പേര് എനിക്ക് അറിയാവുന്ന ആളുകളെ മാത്രമാണ് സെലക്ട് ചെയ്തെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഫോൺ വിളിച്ച് കാര്യങ്ങൾ നേടാവുന്നതാണ്. ദെൻ റാൻഡം സാമ്പിളിംഗ് may produce the most non-random looking result. ചിലപ്പോൾ നോൺ റാൻഡം ലുക്കിംഗ് റിസൾട്ട് ആയിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. അതും ഒരു ഡിമെറിറ്റ്സ് ആയിരിക്കും. ഇനി റെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിൾസ്. എന്താണ് റെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിൾസ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത്? ഇവിടെ നമ്മൾ കുറച്ച് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരുന്നുണ്ട്, കുറച്ച് കൺട്രോൾ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണത്? അൺറെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിളിംഗ് is the time consuming process and it involves cost and money. It cannot be adopted when sample size is large. വലിയൊരു സാമ്പിൾ സൈസ് ഒക്കെ ആണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അത് ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിലാണ് നമ്മൾ റെസ്ട്രിക്റ്റഡ് ആയിട്ട് കാര്യങ്ങൾ നടത്തുന്നത്. അതെങ്ങനെയൊക്കെയാണ് റെസ്ട്രിക്റ്റഡ് ആയിട്ട് നടത്തുക എന്ന് പറയുന്നത്? ഒന്നാമത്തെ മെത്തേഡാണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്, ദെൻ ക്ലസ്റ്റർ സാമ്പിളിംഗ്, മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ്, സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ആൻഡ് റാൻഡം റൂട്ട് സാമ്പിളിംഗ്. So now we can discuss what is stratified sampling. Stratified samplingൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്
മൊത്തമുള്ള നമ്മുടെ സാമ്പിളിംഗ് ഫ്രെയിം അല്ലെങ്കിൽ യൂണിവേഴ്സിനെ നമ്മൾ വി വിൽ ഡിവൈഡ് ടു സ്ട്രാറ്റ. സ്ട്രാറ്റ എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റ മീൻസ് എ ഗ്രൂപ്പ് ഓർ കാറ്റഗറീസ്. ഹിയർ entire population is divided or subdivided into group on the basis of homogeneity. ഹോമോജീനിറ്റിയുടെ അടിസ്ഥാനത്തിൽ അവരെ തരംതിരിക്കുന്നു. ഇപ്പൊ നമ്മൾ മൃഗങ്ങളുടെ ഇടയിൽ ഒരു പഠനം നടത്തുന്നു. അപ്പൊ ആനകളെല്ലാത്തിനും കൂടി ഒരു ഗ്രൂപ്പ്, പശുവിനെല്ലാത്തിനും കൂടി ഒരു ഗ്രൂപ്പ്, മാനുകളെല്ലാത്തിനും കൂടി ഒരു ഗ്രൂപ്പ്. അപ്പൊ അങ്ങനെ അവരുടെ പൊതുവെ സെയിം സ്വഭാവമുള്ളവരെ അല്ലെങ്കിൽ സമാന സ്വഭാവമുള്ളവരെ ഒരൊറ്റ ഗ്രൂപ്പ് ആക്കുന്നു. അല്ലെങ്കിൽ കോളേജിൽ ഒരു പഠനം നടത്തുന്നു, ആൺകുട്ടികൾ ഒരു ഗ്രൂപ്പ്, പെൺകുട്ടികൾ ഒരു ഗ്രൂപ്പ്. അല്ലെങ്കിൽ മാർക്ക് കൂടുതൽ കിട്ടിയ ഒരു ഗ്രൂപ്പ്, മാർക്ക് കുറഞ്ഞപ്പോൾ കിട്ടിയ ഒരു ഗ്രൂപ്പ്, ലൈക്ക് ദാറ്റ്. അപ്പൊ ഹോമോജീനിയസ്, ദ ടെക്നിക് എൻഹാൻസ് ദ എഫിഷ്യൻസി ഓഫ് സാമ്പിളിംഗ് ഇസ് ഡിവൈഡഡ് ഓൾ യൂണിവേഴ്സ് ഇൻ ടു ഹോമോജീനിയസ് ഗ്രൂപ്പ് ഓർ സ്ട്രക്ച ഓൺ ദ ബേസ് ഓഫ് സർട്ടൻ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ്. ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിലാണെങ്കിലും നമുക്ക് വേണമെങ്കിൽ പറയാം 50% മാർക്കിന് മേലുള്ളവർ, 50% മാർക്കിന് താഴെയുള്ളവർ, അങ്ങനെ ഗ്രേഡിന്റെ അടിസ്ഥാനത്തിൽ എ ഗ്രേഡ് കിട്ടിയ എല്ലാ കുട്ടികളും, ബി ഗ്രേഡ് കിട്ടിയ എല്ലാ കുട്ടികളും. ഓക്കെ, നമ്മൾ കോളേജിൽ മൊത്തം ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ തീരുമാനിക്കണം. അപ്പൊ എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും എ ഗ്രേഡ് കിട്ടിയ കുട്ടികളുടെ ഒരു ഗ്രൂപ്പ്, ബി ഗ്രേഡ് കിട്ടിയ കുട്ടികളുടെ ഒരു ഗ്രൂപ്പ്, സി ഗ്രേഡ് കിട്ടിയ കുട്ടികളുടെ ഒരു ഗ്രൂപ്പ്. അപ്പൊ എല്ലാവർക്കും ഒരേ ഗ്രൂപ്പ്, ഒരു നേച്ചർ ഉണ്ട്. നന്നായിട്ട് പഠിക്കുന്നവർ, പഠിപ്പ് കുറഞ്ഞവർ, ലൈക്ക് ദാറ്റ്. അപ്പൊ ആ ഗ്രൂപ്പിന്റെ ഉള്ളിലുള്ളവർക്ക് സമാന സ്വഭാവമായിരിക്കും. ഓക്കെ, അതാണ് സ്ട്രാറ്റയുടെ പ്രത്യേകത. ആ ഗ്രൂപ്പിനുള്ളിലുള്ളവർക്ക് സമാന സ്വഭാവമായിരിക്കും. ഒരാൾക്ക് ഒന്നെന്ന് തോന്നണത് മറ്റാൾക്കും ഒന്നെന്ന് തോന്നും, അതിന്റെ അപ്പുറത്തുള്ള ആൾക്കും ഒന്നെന്ന് തന്നെ തോന്നും എന്ന് വേണമെങ്കിൽ പറയാം തമാശക്ക്. ദിസ് ടെക്നിക്സ് എൻഹാൻസ് ദ എഫിഷ്യൻസി ഓഫ് സാമ്പിളിംഗ് ബൈ ഡിവൈഡിംഗ് ദ ഹോൾ യൂണിവേഴ്സ്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞു. ആഫ്റ്റർ സ്ട്രാറ്റിഫൈങ് ദ യൂണിവേഴ്സ്, യെസ്, ഇങ്ങനെ നമ്മൾ ഓരോരോ ഗ്രൂപ്പാക്കി തിരിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ ഇതിൽ 2 സ്റ്റെപ്പ് ഉണ്ടെന്ന് ചുരുക്കം. The next step is to take the decision with regard to number of sample to be drawn. എത്ര സാമ്പിൾ വേണം എന്ന് നമ്മൾ മനസ്സിലാക്കും. The process employed in determining the number of items to be drawn from each stratum is called allocation. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ സ്ട്രാറ്റയിൽ നിന്ന് നമുക്ക് മൊത്തം ഒരു 30 പേരെയാണ് വേണ്ടത്. അപ്പൊ ഈ സ്ട്രാറ്റയിൽ നിന്ന് ഒരു 10 പേരെ എടുക്കാം, ഈ സ്ട്രാറ്റയിൽ നിന്ന് വേറൊരു 10 പേരെ എടുക്കാം, മറ്റേ സ്ട്രാറ്റയിൽ നിന്ന് വേറൊരു 10 പേരെ എടുക്കാം. മൊത്തം നമുക്ക് 30ആയി. അങ്ങനെയാണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് എ ഗുഡ് മെത്തേഡ് ടു യൂസ് വെൻ റിസർച്ചർ ഇസ് കൺസേൺഡ് ദാറ്റ് certain group within this research population may not be sufficiently represented in the simple random sample. അത് എന്താണ് ഇതിൽ പറയുന്ന കേസ്? അതായത് ഇത് ഏത് സാഹചര്യത്തിൽ കൂടുതലാവണേ? നമ്മൾ റാൻഡം സാമ്പിളിംഗ് എടുത്തു. റാൻഡം സാമ്പിളിംഗ് എടുത്തപ്പോഴാണ് മനസ്സിലായേ മൊത്തം ഒരു കോളേജിൽ 17 ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. നമുക്ക് മൊത്തം 3000 കുട്ടികൾ പഠിക്കുന്നുണ്ട്. 17 ഡിപ്പാർട്ട്മെന്റിലായിട്ട് 3000 കുട്ടികൾ പഠിക്കുന്നുണ്ട്. അവരുടെ ഇടയിലാണ് ഒരു പഠനം നടത്തുന്നത്. ഞാനിപ്പോൾ വലിയ കാര്യമായിട്ട് റാൻഡം സാമ്പിളിംഗ് ഒക്കെ കൊടുത്തു, എല്ലാവരുടെ പേര് എഴുതി ലോട്ടറി മെത്തേഡ് എടുത്തു. എനിക്കൊരു 50 കുട്ടികളാണ് സെലക്ട് ചെയ്യേണ്ടതുള്ളൂ. ഞാൻ 50 ലോട്ട് എടുത്തു. അതാണല്ലോ ലോട്ടറി മെത്തേഡ് എന്ന് പറയുന്നത്. 50 ലോട്ട് എടുത്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ സെലക്ട് ചെയ്ത 50 പേരും കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ളവരാണ്. അപ്പൊ എന്റെ സാമ്പിൾ കറക്റ്റ് ആണോ? അല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? മൊത്തം 17 ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും 2 അല്ലെങ്കിൽ 4 പേരെ വെച്ച് സെലക്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും 4 പേരെ, ഓരോ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ സ്ട്രാറ്റയാക്കി, ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ ഓരോ സ്ട്രാറ്റയാക്കി അതിൽ നിന്ന് 2 പേരെ വെച്ച് സെലക്ട് ചെയ്തു. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു സാമ്പിളിംഗ് മെത്തേഡാണ്. ഇനി എന്താണ് ഇതിന്റെ മെറിറ്റ്സ് എന്നാണ് പറയുന്നത്. മെറിറ്റ്സ് എന്താണ്? സ്ട്രാറ്റിഫൈഡ് സാമ്പിൾസ് ആർ മോർ റെപ്രസെന്റേറ്റീവ്. കൃത്യമായിട്ടുള്ള റെപ്രസെന്റേഷൻ ആണ്. കാരണം നമ്മൾ പല ഗ്രൂപ്പുകളാക്കി തിരിച്ച് ആ ഓരോ ഗ്രൂപ്പിൽ നിന്നും നിശ്ചിത ആളുകളെ നമ്മൾ തരംതിരിച്ചെടുക്കുകയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നിങ്ങൾ കേരളം മൊത്തത്തിലൊരു പഠനം നടത്താണ്, പക്ഷെ നിങ്ങൾക്ക് ആ കൂടി വേണ്ട സാമ്പിൾ എന്ന് പറയുന്നത് 1400 പേരെ മാത്രമേ നിങ്ങൾ സാമ്പിൾ ആക്കി എടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഓരോ ജില്ലേനെയും ഓരോ സ്ട്രാറ്റയായിട്ട് തിരിച്ച് അതിൽ നിന്ന് 100 പേരെ വെച്ച് 100 പേരെ വെച്ച് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ടോട്ടൽ 1400 അല്ലെങ്കിൽ 1500 സാമ്പിൾ സൈസ്. സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എൻഷുർ ഗ്രേറ്റർ ആക്യുറസി. ആക്യുറസി ഉണ്ടാവില്ല കാരണം മൊത്തത്തിൽ സ്കാറ്റേർഡ് ആയി. Then stratified samples can be more concerned. Then limitations. Classifying population into strata is difficult. Yes, മൊത്തം population strata ആയിട്ട് മാറ്റാന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. Okay. Then this method is expensive. The item from each stratum should be randomly selected. അതൊക്കെ ഇതിന്റെ ലിമിറ്റേഷൻസ് ആണ്. ഇനി ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് വെച്ചാൽ എന്താണ്?
ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് വെച്ചാൽ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങിന്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങിന്റെ ഒരു പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പിൽ സമാന സ്വഭാവമുള്ള ആളുകളാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ക്ലസ്റ്റർ ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഒരു ഗ്രൂപ്പിൽ എല്ലാ സ്വഭാവമുള്ള ആളുകൾ വരുന്നു. ഓക്കെ, ഒരു ഗ്രൂപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പൊ ക്ലസ്റ്റർ ആയിട്ട് മൊത്തം പോപ്പുലേഷൻ നമ്മൾ ക്ലസ്റ്റർ ആക്കി തിരിക്കുന്നു. ആ ക്ലസ്റ്ററിൽ എല്ലാ ഗ്രൂപ്പിൽ നിന്നും പെട്ട ആളുകളുണ്ടാവും. ആ ക്ലസ്റ്ററിലുള്ള ഒരാൾ ചിലപ്പോൾ 1 ചിന്തിക്കുമ്പോൾ മറ്റേ ആൾ ചിലപ്പോൾ 2 ചിന്തിക്കുന്നു, വേറൊരാൾ ചിലപ്പോൾ 10 ചിന്തിക്കുന്നു, വേറൊരാൾ ചിലപ്പോൾ 0 ചിന്തിക്കുന്നു, വേറൊരാൾ ചിലപ്പോൾ എന്താ പറയാ 3 ചിന്തിക്കുന്നു. ലൈക്ക് ദാറ്റ് വ്യത്യസ്ത സ്വഭാവമുള്ള ആളുകളുടെ ഗ്രൂപ്പാക്കി മാറ്റുന്നു. അതിനെയാണ് ക്ലസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് മെത്തേഡ് ഈസ് ഓഫൺ യൂസ്ഡ് വെൻ നോ സാറ്റിസ്ഫാക്ടറി സാമ്പിൾ ഫ്രെയിം അവൈലബിൾ ആൻഡ് ഹാസ് ടു ബി കൺസ്ട്രക്റ്റഡ്. This happens, for example, in an area where adequate population listed are lacking. Under this method, population or universe is divided into number of clusters or large group which will form on the basis of primary sample unit. These clusters may be village. അതായത് ഒരു വില്ലേജ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വാർഡ് ആയിരിക്കാം. ഇപ്പൊ ഒരു മുനിസിപ്പാലിറ്റി ഒരു പഠനം നടത്താൻ വേണ്ടി പോവാണ്. മുനിസിപ്പാലിറ്റി നോക്കുമ്പോൾ ഓരോ വാർഡുകളുണ്ട്, അല്ലെങ്കിൽ പഞ്ചായത്ത് നോക്കണം, പഞ്ചായത്തിലായാലും വ്യത്യസ്ത വാർഡുകളുണ്ട്. ഓരോ വാർഡിലും കുറെ വ്യത്യസ്തരായിട്ടുള്ള ആളുകളുണ്ട്, സമാന സ്വഭാവക്കാരല്ല, വ്യത്യസ്തരായിട്ടുള്ള ആളുകളുണ്ട്. അപ്പൊ ഒരു പഠനം നടത്താൻ വേണ്ടി ഒരു വാർഡിന് എടുത്ത് പഠനം നടത്തുന്നു. ആ ഒരു വാർഡിൽ പഠനം നടത്തിയിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ സമാന സ്വഭാവമുള്ളവരായിരിക്കും മറ്റുള്ള വാർഡിലും ഉണ്ടാവാം. അപ്പൊ വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള ആളുകളുടെ ക്ലസ്റ്ററുകളാക്കി മൊത്തം യൂണിവേഴ്സിനെ തിരിക്കുകയും അതിൽ നിന്ന് ഒരു ക്ലസ്റ്ററിനെ നമ്മൾ സെലക്ട് ചെയ്യുകയും ചെയ്യുന്നു. അതാണ് ഇതിന്റെ പ്രത്യേകത. ആഫ്റ്റർ ഫ്രെയിമിംഗ് ദ ക്ലസ്റ്റേഴ്സ് എ ഫ്യൂ സാമ്പിൾ ക്ലസ്റ്റേഴ്സ് ആർ സെലക്ടഡ്. മനസ്സിലായല്ലോ? അപ്പൊ ഇതിലെ ക്ലസ്റ്റേഴ്സുകൾ ഇങ്ങനെ കണ്ടമാനം ഉണ്ടാക്കി വെക്കുന്നു. ക്ലസ്റ്റേഴ്സ് ഇവിടെയും ഉണ്ട്, അതിലും ഒരാൾ 1 വിചാരിച്ചു, 2 വിചാരിക്കുന്നു, അങ്ങനെ ഒരു 5-6 ക്ലസ്റ്റേഴ്സ് ഉണ്ട്. ഇതിൽ ഓരോ ക്ലസ്റ്ററിന്റെയും പ്രത്യേകത എല്ലാ ക്ലസ്റ്ററിലും വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ. ഒന്നാമത്തെ ക്ലസ്റ്ററിൽ വ്യത്യസ്ത സ്വഭാവമുള്ള കുറെ പേരുണ്ട്, രണ്ടാമത്തെ ക്ലസ്റ്ററിൽ വ്യത്യസ്ത സ്വഭാവമുള്ളവരുണ്ട്, മൂന്നാമത്തെ ക്ലസ്റ്ററിലും വ്യത്യസ്ത സ്വഭാവമുള്ളവരുണ്ട്, നാലാമത്തെ ക്ലസ്റ്ററിലും വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള കുറച്ച് ആളുകളുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്ലസ്റ്റർ അല്ലെങ്കിൽ 2 ക്ലസ്റ്റർ നമ്മൾ സാമ്പിൾ ആയിട്ട് സെലക്ട് ചെയ്യുന്നു. സ്ട്രാറ്റിഫൈഡ് സാമ്പിളിന് എന്താ പറ്റിയിട്ടുള്ളത്? സ്ട്രാറ്റിഫൈഡിൽ എന്താ പറ്റിയതാണെങ്കിൽ ഒന്നാമത്തെ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ സ്ട്രാറ്റയിൽ അവരെല്ലാം ഒരേ സ്വഭാവക്കാരാണ്, രണ്ടാമത്തേല് ഒരേ സ്വഭാവക്കാരാണ്, മൂന്നാമത്തേല് ഒരേ സ്വഭാവക്കാരാണ്, നാലാമത്തേല് ഒരേ സ്വഭാവക്കാരാണ്. ഓരോ സ്ട്രാറ്റയും വ്യത്യാസമുണ്ട്, പക്ഷെ ആ സ്ട്രാറ്റയിൽ അടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ എല്ലാം പൊതുവെ പൊതു സ്വഭാവമുണ്ട്. അപ്പൊ എന്ത് സംഭവിക്കുന്നു? എല്ലാ സ്ട്രാറ്റയിൽ നിന്നും ഞാൻ ആളുകളെ കളക്ട് ചെയ്യുന്നു. ഇപ്പൊ ആദ്യത്തെ സ്ട്രാറ്റ ചിലപ്പോൾ 10 മതി, പിന്നത്തേന്ന് 10, പിന്നത്തേന്ന് 10, പിന്നത്തേന്ന് 10, ലൈക്ക് ദാറ്റ്. അതാണ് സ്ട്രാറ്റിഫൈഡിന്റെ ക്ലസ്റ്റർ സാമ്പിളിങ്ങിന്റെ പ്രത്യേകത. ഇനി അടുത്താണ് മൾട്ടി സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിളിംഗ്. എന്താണ് മൾട്ടി സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്? മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് ഈസ് എ മോഡിഫിക്കേഷൻ ഓഫ് ക്ലസ്റ്റർ സാമ്പിളിംഗ് ഇൻ വിച്ച് sample rather than 100% sample of whole cluster is used at the second stage. This type of sampling is often used in national survey run. In the first stage, the initial clusters are randomly selected. കുറച്ച് ക്ലസ്റ്റേഴ്സ് ഇങ്ങനെ സെലക്ട് ചെയ്യുന്നു. മൾട്ടി സ്റ്റേജ് എന്ന് വെച്ചാൽ പല സ്റ്റേജുകൾ ഉണ്ടെന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു ക്ലസ്റ്റർ ഇങ്ങനെ സെലക്ട് ചെയ്യുന്നു. These initial clusters are called primary sampling units. Then in the second stage, random sample is set up within the selected PSU. It is known as multi-stage cluster sampling. അതായത് ആദ്യം ഒരു ക്ലസ്റ്റർ ഉണ്ടാക്കുന്നു, പിന്നെ വീണ്ടും ഒരു ക്ലസ്റ്റർ ഉണ്ടാക്കുന്നു, വീണ്ടും ഒരു ഫോർമാറ്റിൽ സെലക്ഷൻ നടക്കുന്നു. അതാണ് ഇവിടെ ക്ലസ്റ്റർ സാമ്പിളിംഗ് അല്ലെങ്കിൽ മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഇനി വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ക്ലസ്റ്റർ സാമ്പിളിംഗ് ആൻഡ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്? നമ്മൾ ഇതിനോടൊക്കെ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു. എന്താണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗിൽ ഗ്രൂപ്പ് ഓർ സ്ട്രാറ്റ ആർ ഡിവൈഡഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദെയർ ഇസ് മച്ച് ഹോമോജിനിറ്റി. അല്ലെ, ഒരേ സ്വഭാവമുള്ള ആളുകളായിട്ട് അവരുടെ ഒരേ സ്വഭാവത്തിലുള്ള ആളുകളെ ഒരു ഗ്രൂപ്പ്, അങ്ങനെ നമ്മൾ സ്ട്രാറ്റിഫൈഡ് ആയിട്ട് തെരഞ്ഞെടുക്കുന്നു. ബട്ട് ഇൻ ക്ലസ്റ്ററിൽ എന്താ ചെയ്യുന്നത്? മൊത്തം യൂണിവേഴ്സിനെ ഡിവൈഡ് ചെയ്യാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? ഹെട്രോജിനിറ്റി ആണ് അവിടെ വരുന്നത്. അപ്പൊ ക്ലസ്റ്റർ സാമ്പിളിംഗിൽ ഹെട്രോജിനിക്, അതായത് വ്യത്യസ്ത സ്വഭാവമുള്ള ആളുകൾ ഒരു ഗ്രൂപ്പ്, സ്ട്രാറ്റിഫൈഡിലോ ഒരേ സ്വഭാവമുള്ളവർ ഒരു ഗ്രൂപ്പ്. ദാറ്റ് ഇസ് എ ഡിഫറൻസ്. ഇനി ക്ലസ്റ്റർ ഈസ് ഡൺ ഓൺ ദ ബേസിസ് ഓഫ് ജിയോഗ്രഫിക്കൽ ഏരിയ. ദ സാമ്പിൾ എറർ മേ ബി ഗ്രേറ്റ് ഇൻ ക്ലസ്റ്റർ സാമ്പിളിംഗ്. അതൊക്കെയാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതകൾ. ദെൻ മെറിറ്റ്സ് ഓഫ് ക്ലസ്റ്റർ സാമ്പിളിംഗ്. എന്താണ് മെറിറ്റ്സ് ക്ലസ്റ്റർ സാമ്പിളിംഗിന്റെ? മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് ഇൻട്രൊഡ്യൂസ് flexibility in sampling method. Another advantage of this method is subdivision into stage. അത് മൾട്ടി സ്റ്റേജിലാണ്. ആദ്യം ഒരു ഗ്രൂപ്പിന് എടുക്കുന്നു, എന്നിട്ട് അതിൽ നിന്ന് വീണ്ടും ഗ്രൂപ്പിന് എടുക്കുന്നു, ലൈക്ക് ദാറ്റ്. അതാണ് മൾട്ടി സ്റ്റേജിൽ പറ്റുന്നത്. ദ കോസ്റ്റ് ഓഫ് ദിസ് മെത്തേഡ് ഈസ് മച്ച് ലെസ് വെൻ കമ്പയർഡ് വിത്ത് അനദർ സാമ്പിളിംഗ്. കോസ്റ്റ് താരതമ്യേന കുറവാണ്.
then this method is much easier ആണ്, നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനും പ്രവർത്തിക്കാനും പറ്റും. then multi-stage cluster sampling is less accurate. അതാണ് വേറെ കാര്യം, ലെസ് ആക്യുറേറ്റ് ആണ്, കാരണം എല്ലാവർക്കും പ്രോബബിലിറ്റി ഇല്ല. ദ സാമ്പിൾ എറർ ഇൻ ദിസ് മെത്തേഡ് ഓഫ് സാമ്പിളിംഗ് ഈസ് ഗ്രേറ്റർ. മൾട്ടി സ്റ്റേജിൽ അങ്ങനെ ചെറിയ പ്രത്യേകതകളൊക്കെ ഉണ്ട്. കാരണം നമ്മൾ കൺവീനിയന്റ് അനുസരിച്ച് ആദ്യം നമുക്ക് ഇഷ്ടമുള്ള ഒരു ക്ലസ്റ്റർ എടുക്കുന്നു, അതിൽ നിന്ന് വീണ്ടും നമ്മൾ ക്ലസ്റ്റർ ആക്കി തിരിക്കുന്നു, അല്ലെങ്കിൽ സ്റ്റാർട്ട് ആയിട്ട് തിരിക്കുന്നു, അങ്ങനെ വ്യത്യസ്ത രീതിയിൽ നമ്മൾ ചെയ്യുന്നു. ഇപ്പൊ ഒരു പക്ഷേ ഇതിന്റെ എക്സ്പ്ലനേഷൻ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, ബട്ട് ഐ വിൽ എക്സ്പ്ലെയിൻ ഇറ്റ് വിത്ത് എക്സാമ്പിൾ. ഞാൻ കേരളത്തിലുള്ള മൊത്തം ഗ്രൂപ്പിന് ഒരു പഠനം നടത്താൻ വേണ്ടി പോവാണ്. ആദ്യം മൊത്തം കേരളത്തെ ഞാൻ 14 ഡിസ്ട്രിക്റ്റ് ആയിട്ട് തിരിച്ചു, ക്ലസ്റ്റർ ആയിട്ട് തിരിച്ചു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, ഒരു 3 ക്ലസ്റ്റർ സെലക്ട് ചെയ്തു. ഒരെണ്ണം തിരുവനന്തപുരം, ദെൻ തൃശ്ശൂർ, വേറൊരെണ്ണം കണ്ണൂർ സെലക്ട് ചെയ്തു. അതിനുശേഷം ഈ സെലക്ട് ചെയ്തതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു, വീണ്ടും അതിൻ്റെ ഉള്ളിൽ സ്ട്രാറ്റ കണ്ടുപിടിച്ചു. അപ്പൊ തൃശ്ശൂരിലെ 50,000 രൂപയ്ക്ക് മേലെ ഒരു മാസം ഇൻകം ഉള്ള ഒരു ഗ്രൂപ്പ്, 25,000 50,000 ഇടയിലുള്ള ഒരു ഗ്രൂപ്പ്, 25,000 താഴെയുള്ള ഒരു വേറൊരു ഗ്രൂപ്പ്, മന്ത്ലി ഇൻകംസ്. അതുപോലെ 3 ക്ലസ്റ്ററിൽ ഞാൻ കണ്ടുപിടിച്ചു. എന്നിട്ട് അതിൽ നിന്ന് 10 പേരെ വെച്ച്, അതായത് 50,000 മേലുള്ള 10 പേര് തൃശ്ശൂർ ജില്ലയില്, ദെൻ 25,000 മേലെയുള്ള ഒരു 10 പേര്, 25,000 താഴെയുള്ള ഒരു 10 പേര്, അങ്ങനെ 30 പേരെ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് സെലക്ട് ചെയ്തു. അതുപോലെ തന്നെ തിരുവനന്തപുരത്തു നിന്നും അതുപോലെ തന്നെ കണ്ണൂരിൽ നിന്നും സെലക്ട് ചെയ്തു. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് സ്റ്റേജ് ആയിട്ട് എനിക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാന്നാണ് പറയുന്നത്. ദെൻ അടുത്തത് ഏരിയ സാമ്പിളിംഗ്. എന്താണ് ഏരിയ സാമ്പിളിംഗ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത്? ഏരിയ സാമ്പിളിംഗ് ഇസ് എ ഫോം ഓഫ് ക്ലസ്റ്റർ സാമ്പിളിംഗ്. ആസ് പെർ ദിസ് മെത്തേഡ്, ക്ലസ്റ്റർ കൺസിസ്റ്റിംഗ് ഓഫ് സ്പെസിഫിക് ജിയോഗ്രഫിക്കൽ ഏരിയ ലൈക്ക് ഡിസ്ട്രിക്ട്, താലൂക്ക് ആർ റാൻഡംലി ഡ്രോൺ. അപ്പൊ ഒരു നിശ്ചിത ഏരിയനെ പിടിച്ച് നമ്മൾ സെലക്ട് ചെയ്യുന്നു, അതിനെയാണ് ഇങ്ങനെ ഉദ്ദേശിക്കുന്നത്. ഇനി സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ഓർ ക്വസി റാൻഡം സാമ്പിളിംഗ്. എന്താണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് വെച്ചാൽ? സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് വെച്ചാൽ ഇതൊരു ന്യൂമറിക്കൽ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ ന്യൂമറിക്കലോ അല്ലെങ്കിൽ ABCD ഏരിയ നമുക്ക് വേണമെങ്കിൽ പോവാം. ദ സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് മെത്തേഡ് ഇൻവോൾവ്സ് ഓർഡറിംഗ് ഓഫ് യൂണിവേഴ്സ്. ദ ഓർഡറിംഗ് മേ ബി ഇൻ ആൽഫബറ്റിക്കൽ അല്ലെങ്കിൽ ന്യൂമറിക്കൽ അല്ലെങ്കിൽ ജിയോഗ്രഫിക്കൽ ആയിട്ടൊരു ഓർഡർ വേണം. എന്തിനാണ് ഓർഡർ വേണമെന്ന് പറഞ്ഞേ? ആദ്യത്തെ ആളെ നമുക്കൊരു A എന്നുള്ള പേര് കൊടുത്തു, രണ്ടാമത്തെ ആൾക്ക് B എന്നുള്ള പേര് കൊടുത്തു, അങ്ങനെ നമ്മളൊരു ഓർഡർ കൊടുത്തു എന്ന് വിചാരിക്കാം. മൊത്തം 1000 പേരുണ്ട്. നമുക്ക് വേണ്ടത് 10 പേരെ മാത്രമാണ് എന്ന് സെലക്ട് ചെയ്യേണ്ടതുള്ളൂ. അപ്പൊ ഞാനിപ്പോ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തു. ആദ്യത്തെ അല്ലെങ്കിൽ 100ാമത്തെ ആള്, ആദ്യത്തെ 100ാമത്തെ ആളെ സെലക്ട് ചെയ്തു, പിന്നത്തെ 100ാമത്തെ ആളെ സെലക്ട് ചെയ്തു, പിന്നത്തെ 100ാമത്തെ ആളെ സെലക്ട് ചെയ്തു. കാരണം ഈ 1000 പേരെ ഒരു ഓർഡറിൽ എഴുതിയിട്ട് 100ാമത്തെ ആളുകൾ ഇങ്ങനെ സെലക്ട് ചെയ്തു. അപ്പൊ എനിക്ക് 10 പേരെ കിട്ടി. അങ്ങനെ വേണമെങ്കിൽ ആവാം. Okay, it is similar to simple random sampling, but instead of selecting random numbers from the table, we move through list, picking every nth item. nth item. ഞാൻ പറഞ്ഞല്ലോ മൊത്തം 1000 പേരിൽ നിന്ന് 10 പേരെ വേണ്ടേ. അപ്പൊ 1000 ഡിവൈഡഡ് ബൈ 10, സൈസ് ഓഫ് പോപ്പുലേഷൻ 1000 ഡിവൈഡഡ് ബൈ 10, സൈസ് ഓഫ് യൂണിവേഴ്സ്. അപ്പൊ അത് നമ്മള് യൂണിവേഴ്സ് അല്ല, സാമ്പിൾ ആണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. ഇതിൽ ചെറിയൊരു മിസ്സിംഗ് ഉണ്ട്. അപ്പൊ നമുക്ക് മൊത്തം വേണ്ടത് എത്രയാണെന്ന് കണ്ടുപിടിച്ചു. അപ്പൊ നമുക്ക് മൊത്തം 10 പേരാണ് വേണ്ടത്. അപ്പൊ 100ാമത്തെ ആളെ വെച്ച് നമ്മളിങ്ങനെ സെലക്ട് ചെയ്യുന്നു. അപ്പൊ 100ാമത്തെ ആള് അല്ലെങ്കിൽ nth ഐറ്റം നമ്മളിങ്ങനെ കണ്ടുപിടിക്കുന്നു. അതിനെയാണ് നമ്മളിങ്ങനെ സിസ്റ്റമാറ്റിക് റാൻഡം സാമ്പിളിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ വി ഹാവ് എ കംപ്ലീറ്റ് ലിസ്റ്റ് ഓഫ് 1000 സ്റ്റുഡൻസ്. ഇനി ശ്രദ്ധിക്കാം. സ്റ്റുഡന്റ് ഇൻ അവർ കോളേജ് വി വാണ്ട് ടു ഡ്രോ എ സാമ്പിൾ ഓഫ് 200 ആണ് സാമ്പിൾ. ഞാൻ ആ ഫോർമുലയിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി സൂചിപ്പിച്ചല്ലോ. എന്താണ് കറക്റ്റ് ഫോർമുല വരുന്നത്? മൊത്തമുള്ളത് 1000 ആണ്, അതിൽ 200 പേരെ സെലക്ട് ചെയ്യേണ്ടുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 1000 ഡിവൈഡ് ബൈ, അതായത് ടോട്ടൽ പോപ്പുലേഷൻ ഡിവൈഡ് ബൈ സാമ്പിൾ. അപ്പൊ 1000 ഡിവൈഡ് ബൈ 200 ചെയ്ത് യു വിൽ ബി ഗെറ്റിംഗ് 5. അപ്പൊ ഓരോ 5ാമത്തെ ആളും എന്നാണ് അർത്ഥം. ദ ഫസ്റ്റ് ഐറ്റം ഓഫ് ദ സാമ്പിൾ ഇസ് സെലക്ടഡ് അറ്റ് റാൻഡം. അപ്പൊ ആദ്യത്തെ 5ൽ നിന്ന് ഒരെണ്ണം വേണമെങ്കിൽ എന്തായിട്ട് എടുക്കാം? നമുക്ക് സാമ്പിൾ റാൻഡം ആയിട്ട് എടുക്കാം. ദ ഐറ്റം ഈസ് സെലക്ടഡ് ഇൻ ബിറ്റ്വീൻ 1 and 5. 1നും 5നും ഇടയിലുള്ള ഒരെണ്ണം നമുക്ക് എന്തായിട്ട് എടുക്കാം? റാൻഡം ആയിട്ട് എടുത്തു, ലോട്ടിട്ട് എടുത്തു. ഓക്കെ, 4ാമത്തെ ആള് കിട്ടി. അപ്പൊ ആദ്യത്തെ ആള് 4 ആണ്, പിന്നത്തെ ആള് 9 ആണ്. അപ്പൊ ലൈക്ക് ദാറ്റ് ഇറ്റ് വിൽ കണ്ടിന്യൂ. അപ്പൊ 5ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകും. അതാണ് സിസ്റ്റമാറ്റിക്. ഒരു സിസ്റ്റമാറ്റിക് ആണല്ലോ, കാരണം 4ന്റെ ഗുണിതങ്ങൾ അല്ലെങ്കിൽ 5ന്റെ ഗുണിതങ്ങളായിട്ടാണ് പോകുന്നത്. ദെൻ മെറിറ്റ്സ്. സിസ്റ്റമാറ്റിക് ഈസ് റിലേറ്റീവ്ലി സിമ്പിൾ ആണ്, നമ്മൾ ലോട്ട് ചെയ്തെക്കേണ്ട ആവശ്യമില്ല. ടൈമും വർക്കൊക്കെ നമുക്ക് എളുപ്പമുണ്ട്. പോപ്പുലേഷൻ ലാർജ് ആകുമ്പോൾ ഇതാണ് നമുക്ക് നല്ലത്. താരതമ്യേന ചീപ്പാണ്. പിന്നെ അതുപോലെ തന്നെ പോപ്പുലേഷനിലുള്ള എല്ലാ മേഖലയും കവർ ചെയ്യാനായിട്ടും ഇത് സഹായകരമായിരിക്കും. ഇനി ഡീമെറിറ്റ്സ്. ദ മെയിൻ ലിമിറ്റേഷൻ ഓഫ് ദിസ് മെത്തേഡ് ഈസ് ബിക്കേം ലെസ് റെപ്രസെന്റേറ്റീവ് ഇഫ് ഡീലിംഗ് വിത്ത് പോപ്പുലേഷൻ ഹാവിംഗ് ഹിഡൻ periodicity.
base caused by particular characteristics arising in the sample frame is regular unit. An example will clear it. If we use sampling frame of adult resident in an area composed of predominantly couple or young families, if this list was arranged husband, wife, etc. അതായത് ഹസ്ബൻഡിനെ തിരിച്ചു വൈഫ്, ഹസ്ബൻഡ്, വൈഫ്, ഹസ്ബൻഡ്, വൈഫ് എന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ ഓർഡറിൽ എഴുതി. നമുക്ക് നമ്പർ കിട്ടി 2. അപ്പോൾ ഓരോ രണ്ടാമത്തെ ആളെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആരെ മാത്രമേ സെലക്ട് ചെയ്യുള്ളൂ? വൈഫിനെ മാത്രമേ നമ്മൾ സെലക്ട് ചെയ്ത് മുന്നോട്ട് പോവുള്ളൂ. ഡു യു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ്? അപ്പോൾ അതാണ് നമ്മുടെ ഒരു പ്രശ്നം വരുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മളപ്പോൾ പ്രൊജക്ട് ചെയ്തുമ്പോൾ എന്ത് പറയും? ഈ ഏരിയയിലുള്ള എല്ലാവരും എന്താണ്? സ്ത്രീകളാണെന്നുള്ള റിസൾട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ചില പ്രശ്നം ഈ സിസ്റ്റമാറ്റിക് സാമ്പിളിംഗിൽ വരാം. ഇനി റാൻഡം റൂട്ട് സാമ്പിളിംഗ്. എന്താണ് റാൻഡം റൂട്ട് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ? ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഇൻ മാർക്കറ്റ് റിസർച്ച് സർവേ മെയിൻലി ഫോർ സാമ്പിളിംഗ് ഹൗസ് ഹോൾഡ്സ്, ഷോപ്പ്, garage and other premises in urban area. Address is selected at random from the sampling frame as a starting point. Interviewer then give instruction to identify further address by taking alternative left and right hand turn at road junction and calling at every 9th address. അതായത് 5ാമത്തെ അല്ലെങ്കിൽ 6ാമത്തെ അഡ്രസ് ഏതാണ് അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. Characteristics of particular area, അതൊക്കെ അതിൻ്റെ ലിമിറ്റേഷൻസ് ആണ്. may mean that sample is not representative, open to abuse of the interviewer because there is a difficulty to check whether the instruction are carefully. Yes, അപ്പം അങ്ങനെയുള്ള കുറച്ച് ലിമിറ്റേഷൻസ് ഇതിനുണ്ട്. ഇങ്ങനെയുള്ള ഈ ഒരു റാൻഡം റൂട്ട് സാമ്പിളിംഗ് നമ്മൾ പോയി നമ്മുടെ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിലൊക്കെ ആരുണ്ട് അങ്ങനെയുള്ള, അല്ലെങ്കിൽ 10ാമത്തെ ഷോപ്പ് ഏതാണെന്ന് നോക്കി, ദെൻ 20ാമത്തെ ഷോപ്പ് ഏതാണെന്ന് നോക്കി, ലൈക്ക് ദാറ്റ്. അത് കുറച്ചും കൂടി ഒരു ഇൻകൺവീനിയൻ്റ് ആയിട്ടൊരു മെത്തേഡ് ആണെന്ന് മാത്രം. അപ്പം ഇത്രയ്ക്കും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പ്രോബബിലിറ്റി മെത്തേഡിൽ നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. പ്രോബബിലിറ്റി മെത്തേഡ് എന്ന് വെച്ചാൽ ഞാൻ ഒന്നും കൂടി പറയാണ്, പങ്കെടുക്കുന്ന എല്ലാവർക്കും, അതായത് അതിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാവർക്കും സെലക്റ്റഡ് ആവാനായിട്ടുള്ള ചാൻസ് വരുന്നതിനെയാണ് പ്രോബബിലിറ്റി മെത്തേഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, താങ്ക് യു.